സിനിമയെന്ന് വെച്ച് പ്രാന്ത് പിടിച്ച് കണ്ട സമയത്ത് ഉള്ള അവരെ നേരിട്ട് ആദ്യമായിട്ട് കണ്ട ഒരു ഫാൻ ബോയ് മൊമെന്റ് കൂടാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഓണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞാനും നിങ്ങളുടെ കുക്കിംഗ് കുറിച്ച് നിറയെ കേട്ടിട്ടുണ്ട്. ഇവരെല്ലാം പറഞ്ഞു. പിന്നെ എനിക്കും ഒരു വായ്പ കിടച്ചത് വന്ന് പാക്കുന്നതുക്ക് ഒരു ചാൻസ് കിട്ടി. ரொம்ப സന്തോഷം. സാധാരണ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വരുമ്പോൾ എനിക്ക് കുറെ ചോദ്യങ്ങളൊക്കെ ഇവിടെ തരും, ഇങ്ങനെയൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ജുവിൻ്റെ ഒരു ചോദ്യമൊന്നും നിങ്ങളുടെ ആവശ്യമില്ല, എനിക്ക് അല്ലാണ്ട് തന്നെ കുറെ ചോദ്യങ്ങൾ പേഴ്സണലി ഉണ്ടെന്ന് പറഞ്ഞു. സോ എനിവേ നമ്മുടെ ഓണമാണ്. ഓണമായിട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഗസ്റ്റിന് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. അപ്പോൾ ഓണ വിഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു മാങ്ങ അച്ചാറിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്. അപ്പോൾ സാധാരണ ഇവിടെ നമുക്കറിയാം ഓണസദ്യയൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ ട്രാവൻകൂർ ഏരിയയിൽ പോയാൽ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാവും, അത് കൊച്ചിയിലോട്ട് വന്നാൽ വേറൊരു കടുവ മാങ്ങ സ്റ്റൈലാവും, പാലക്കാടൊക്കെ പോയാൽ വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ കല്യാണത്തിനൊക്കെ അച്ചാർ ഉണ്ടാക്കിയിട്ട് തൈര് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു ടിസ്റ്റ് എന്ന് വെച്ചാൽ ഇത്തവണ ഉപ്പിലിട്ട നെല്ലിക്കയും കൂടെ ഉണ്ട്. അപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്കയും ഗ്രീൻ മാംഗോ വിത്ത് യോഗട്ടും നമ്മുടെ പെരുങ്കായം ഒക്കെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ സാധനമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചോദ്യം, ഇപ്പോൾ കേരളത്തിലൊക്കെ വന്നു, ഈ സിനിമയിലൊക്കെ അഭിനയിച്ചു, കേരള ഫുഡ് എങ്ങനെയാണ്, ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരള ഫുഡ്. എനിക്ക് ഫിഷ് ഇഷ്ടം, പിന്നെ കപ്പയും മീൻകറി ഇഷ്ടമാണ്. അത് എന്നോട് അസിസ്റ്റന്റോട് പറയും, എനിക്കത് വീട്ടിലെ സഞ്ചി എടുത്തിട്ട് വരണം. അവിടെ ഷൂട്ട് എടുക്കുമ്പോ ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും, എനിക്ക് ആ കപ്പ പിന്നെ ഈ മാങ്ങ അച്ചാറ് ഇഷ്ടമാണ്, എല്ലാം പുളിശ്ശേരി എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും. എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചോ കേരളത്തിൽ വന്നിട്ട്? കുറച്ച് ആൻഡ് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് അഞ്ജുവിന്റെ ഫുഡ് ഏത്? ഇപ്പൊ എനി ഡേ ഒരു കംഫർട്ട് ഡേയിൽ എപ്പോഴും നമുക്ക് എല്ലാവർക്കും അവരുടെ ഒരു കംഫർട്ടായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് അല്ല അമ്മ ഉണ്ടാക്കി തന്ന ഫുഡായിരിക്കാം, അല്ലെ കുറേ നാളായിട്ട് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇഷ്ടപ്പെട്ടായിരിക്കാം. അപ്പൊ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫുഡ് എന്താണ്? നെയ്യും പരിപ്പും ചോറും. ഇത്തിരി അച്ചാർ വേണോ അതിന്റെ കൂടെ? പപ്പടം കിട്ടണോ? അതിന്റെ കൂടെ തൈര് വേണോ? തൈര് വേണം, നിർബന്ധമില്ല. അപ്പൊ വളരെ സിമ്പിൾ. അതായത് കുറെ ആൾക്കാർക്ക് ഈ പരിപ്പും നെയ്യും ചോറും, അതും പ്രത്യേകിച്ച് ഒരു തമിഴ് സ്റ്റൈലുള്ള ഗീയും വെച്ചിട്ട് കഴിക്കുന്നത്. അപ്പൊ കേരളത്തിൽ അത് നമുക്ക് സദ്യക്കകത്താണ് അല്ലേ? കേരളത്തിലെ സദ്യയുടെ ഫസ്റ്റ് കോഴ്സ്, കേരളത്തിലെ ഫസ്റ്റ് കോഴ്സ് സദ്യക്ക് വിളമ്പുന്നത് ഇങ്ങനെ കുറെ തൊടുകറികളൊക്കെ ഉണ്ടാവും. പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, കൂട്ടുകറി ഇതെല്ലാം വെച്ചിട്ട് ചോറ് അങ്ങനെ ഫസ്റ്റ് ഇടും. അതിന്റെ പുറകെ നല്ല പരിപ്പ് കറി ഒഴിക്കും, നെയ്യ് ഒഴിക്കും, പപ്പടം ഒഴിക്കും. അതൊരു കംഫർട്ട് ഫുഡ്. അത് കൊച്ചിലിരുന്ന് പെരിയ ആൾ വരയ്ക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ്. സോ എല്ലാവരും കഴിക്കാം. അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് ഓൾ ടൈം. എന്തെങ്കിലും ഒരു ബിരിയാണിയോ എന്തും ഉണ്ടായാലും ഈ പരിപ്പും നെയ്യും പപ്പടം വരുന്നാ മതി. സോ ഇത് ഞാൻ എൻ്റെ റെസിപ്പി തുടങ്ങാം. ഓക്കെ, റെസിപ്പി ചെയ്യുന്നത് നമ്മൾ മാങ്ങ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഇതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ പൊടിയായിട്ട് അരിഞ്ഞ മാങ്ങ കുറച്ച് മറിനേറ്റ് ചെയ്യുന്ന പോലെയാണ്. സോ കുറച്ച് നല്ല മുളക് പൊടി. ഇത് യൂഷ്വലായിട്ട് വെറുതെ അങ്ങനെ ഉപ്പും മുളകും പിന്നെ ഈ മാങ്ങ എല്ലാം ചുമ്മാ വെറുതെ അത് മാങ്ങ പല സ്റ്റൈലുണ്ട്. ഇപ്പൊ മാങ്ങ ഇട്ട് മുളക് പൊടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ആണെങ്കിൽ ഭയങ്കര രസമായിട്ട് കഴിക്കാം. ഒരു പിഞ്ച് ഓഫ് ടർമറിക്, കുറച്ചുപ്പ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അച്ചാറിനെല്ലാം കൊടുക്കുന്ന പെരുങ്കായാണ്. അപ്പോൾ LG കൂട്ടുകായാണ് ഇതിനകത്ത് ഇടുന്നത്. നമ്മ വീട്ടിലല്ലേ? യെസ്. ഞാൻ ജസ്റ്റ് ഒന്ന് മറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് വേറെ സ്റ്റൈൽ ഓഫ് അച്ചാറാണ്, വളരെ സിമ്പിൾ, 5 minutes. ഇത് നെക്സ്റ്റ് ഡേ ഒരു പഴഞ്ചോറൊക്കെ അറിയോ? പഴഞ്ചോറ് വെച്ചിട്ട് അതിനോടൊക്കെ ബെസ്റ്റാണ്. എപ്പോഴും ഈ സിമ്പിളായിട്ടുള്ള ഫുഡ് ടേസ്റ്റി ആണ്. ഈ കേരളവും തമിഴ്നാടും ഒക്കെ നമ്മളെ സംബന്ധിച്ച് എല്ലാം ഒന്നാണ്. ഓക്കെ, രണ്ട് ഭാഷ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഷയാണ്. പക്ഷേ മലയാളികൾ അഞ്ജുവിനെ മലയാളിയായിട്ട് തന്നെയാണ് കാണുന്നത്. മമ്മൂക്കയുടെ മകളായിട്ടും സഹോദരിയായിട്ടും ഭാര്യയായിട്ടൊക്കെ അഭിനയിച്ച ഒരാളെ മലയാളിയായിട്ട് അല്ലാണ്ട് എങ്ങനെ കാണാൻ പറ്റും? അപ്പൊ ഇനി ഓണം ഇനി എവിടെ ചെന്നൈയിലിരുന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ബോംബെയിലിരുന്നാലോ ഇനി ലണ്ടനിലിരുന്നാലോ ഒക്കെ ആഘോഷിക്കും നമുക്കറിയാം. അങ്ങനെ ആഘോഷിക്കാറുണ്ടോ?